ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ അമാവാസ തിഥി. മലയാള മാസം തുടങ്ങുന്ന വർഷത്തിലെ ആദ്യത്തെ അമാവാസ തിഥിയാണ് നാളെ വരുന്നത്. അതായത് മേടമാസത്തിലെ അമാവാസ തിഥി. നാളെ മുഴുവനായും അമാവാസ തിഥിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അമാവാസ തിഥി ദിവസത്തിൽ കുലദൈവ വഴിപാടിനും അതുപോലെ തന്നെ നമ്മുടെ പിതൃ വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് എന്നുള്ളത്. മാത്രമല്ല, ഒരുപാട് ഉപ്പ് പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അമാവാസ വഴിപാട്, അതിൻ്റെ പ്രത്യേകതകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ അമാവാസ തിഥികളിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആഗ്രഹങ്ങളെയും നേടിയെടുക്കുവാനായി, നമ്മുടെ കുലദൈവത്തോടൊപ്പം തന്നെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹവും ഉണ്ടാകുവാനായി ഒരുപാട് വഴിപാട് രീതികളുണ്ട്. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നാളെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക, മന്ത്രജപങ്ങൾ ചൊല്ലുക, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക, കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നിവയെല്ലാം തന്നെ നാളെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നാളെ എന്നല്ല, എല്ലാ അമാവാസ തിഥികളിലും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ, അതും ഈ പ്രത്യേകമായിട്ടുള്ള അമാവാസ തിഥി ദിവസത്തിൽ നാളെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ കുളിക്കേണ്ടതാണ്. പലരും ഉച്ച സമയത്ത് കുളിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്ത് കുളിക്കാം എന്നെല്ലാം കരുതിയിരിക്കുകയാണെങ്കിൽ പോലും, അങ്ങനെയുള്ളവർ പോലും നാളെ കഴിവതും രാവിലെ ഉണർന്ന ഉടൻ തന്നെ കുളിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ കുളിക്കുന്ന വെള്ളത്തിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ 3 സാധനങ്ങൾ നമ്മൾ ചേർക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാൻ ഈ 3 സാധനങ്ങൾ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്താൽ മതിയാകുന്നതാണ്. ഇത് സാധാരണ എല്ലാ ദിവസങ്ങളിലും ചേർത്താലും വളരെ നല്ലതാണ്. എങ്കിലും കൂടി അങ്ങനെ സാധിക്കാത്തവരുണ്ടെങ്കിൽ കഴിവതും എല്ലാ അമാവാസ തിഥികളിലും, അതായത് നാളെ മുതൽ തുടങ്ങുന്ന എല്ലാ മാസത്തിലെ അമാവാസ തിഥികളിലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് കുളിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജികൾ ഇല്ലാതാകുകയും ദൃഷ്ടിദോഷങ്ങൾ മാഞ്ഞു പോവുകയും അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പണതടസ്സങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെല്ലാമാണ് ആ സാധനങ്ങൾ എന്ന് കാണാം. ആദ്യം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നാളെ ചേർക്കേണ്ടത് 1 സ്പൂൺ കല്ലുപ്പാണ്. നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന കല്ലുപ്പാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ വെച്ചിരിക്കുന്ന കല്ലുപ്പാണെങ്കിലും, നമ്മൾ കുളിക്കുന്ന ആ ബക്കറ്റ് വെള്ളത്തിൽ ഇത് കലർത്തി വെക്കേണ്ടതാണ്. ഈ കല്ലുപ്പിട്ട് കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ദൃഷ്ടിദോഷങ്ങൾ മുഖാന്തരം അനുഭവപ്പെടുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും. പല സമയങ്ങളിലും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ഇപ്പോൾ ഒന്നിനും വയ്യ, ഇടയ്ക്കിടെ കിടക്കുവാൻ തോന്നുന്നു, മാത്രമല്ല ജോലികളൊന്നും തന്നെ ചെയ്യാൻ താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞ് കൈകാലുകൾ വേദനയാണ്, കൈകാലുകൾ കടച്ചിലാണ്, മാത്രമല്ല ഒരു സുഖമില്ല, ഒരു ഉന്മേഷമില്ല എന്നെല്ലാം പറയുന്നവർ ഒരു കാര്യം ഓർക്കുക. നമ്മുടെ മുകളിലുള്ള ദൃഷ്ടികൾ മാത്രമാണ് നമ്മളെ ഇങ്ങനെ തളർത്തിയിടുന്നത്. ആ ദൃഷ്ടികളെയും നെഗറ്റീവ് എനർജികളെയും തുരത്തി ഓടിക്കുവാൻ കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത്. ഈ കല്ലുപ്പിട്ട് കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് ക്ലെൻസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ ധ്യാനം, യോഗ എന്നിവയിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലെൻസ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തെയും ക്ലെൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കല്ലുപ്പ് പ്രധാനമായും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ 1 സ്പൂൺ മാത്രം കല്ലുപ്പ് ഇട്ടാൽ മതിയാകുന്നതാണ്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് 2 നുള്ള് മഞ്ഞൾപ്പൊടി മാത്രമാണ്. ഈ 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ഈ ബക്കറ്റിലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് 1 കൈപ്പിടി അളവിന് വേപ്പില, നമ്മുടെ വീട്ടിന് മുറ്റത്തെല്ലാം ഉണ്ടാകുന്ന ആര്യവേപ്പിലയുടെ ആ ഒരു ഇലകൾ, കുറച്ച് 1-2 ഇലകളാണെങ്കിലും, അല്ല 1 കൈപ്പിടി അളവിനുള്ള ഇലകളാണെങ്കിലും ഇടാവുന്നതാണ്. ഇനി വേപ്പില ഇല്ലെങ്കിലും കൂടി സാരമില്ല, നിങ്ങൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആ വെള്ളത്തിൽ നമുക്ക് കുളിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉള്ള എല്ലാ നെഗറ്റീവ് ശക്തികളെയും പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ നാളെ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിക്കുക. മാത്രമല്ല, നാളെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ആദ്യത്തെ 1 കൈപ്പിടി അളവിലുള്ള ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കാവുന്നതാണ്. പലരും കാക്കയ്ക്ക് കൊടുക്കുന്നത് നിത്യവും
ദിവസവും ഒരു ശീലമാക്കിയിട്ടുണ്ടാകും. അത് വളരെ നല്ലതാണ്. അങ്ങനെ ഇല്ലാത്തവർ അമാവാസ്യ തിഥി ദിവസങ്ങളിലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ പലരുടെയും സംശയങ്ങളിൽ ഒന്നാണ് അമാവാസ്യ തിഥി ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്ന്. പ്രത്യേകിച്ചും അമാവാസ്യ തിഥികളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ഈ ദിവസം കോലം ഇടരുത്. കോലം ഇടുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷത്തിനു വേണ്ടിയും ദൈവവാസത്തിനു വേണ്ടിയുമാണ് ഇടുന്നത്. പക്ഷേ ഈ ദിവസത്തിൽ, അതായത് പ്രത്യേകിച്ചും ഈ അമാവാസ്യ തിഥി ദിവസങ്ങളിൽ നമ്മുടെ പിതൃക്കൾ നമ്മളെ കാണുവാനായിട്ട് വരുന്ന സമയങ്ങളിൽ കോലം ഇട്ടു വെച്ചാൽ അവർക്ക് നമ്മളെ കാണാൻ വരാൻ സാധിക്കില്ല എന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കോലം ഇടരുത് എന്ന് നമ്മുടെ പൂർവികർ പറയുന്നത്. മാത്രമല്ല, കഴിവതും ഈ ദിവസങ്ങളിൽ നമ്മൾ നോൺ വെജ് ഒഴിവാക്കുന്നത് വളരെ ഉചിതമാണ്. ഇനി വീട്ടിലുള്ളവർക്ക് നമുക്ക് ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഈ പൂജകളും വഴിപാടുകളും ചെയ്യുന്നവർ നോൺ വെജ് ഒഴിവാക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം പെട്ടെന്ന് ഒരു ദിവസത്തിൽ നമുക്ക് നോൺ വെജ് ഇന്ന് ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അതും പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച ആയത് കാരണം അത് ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ മക്കൾക്കും വീട്ടിലുള്ളവർക്കും വിഷമങ്ങളാവുകയും അത് മുഖാന്തരം ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാനും വേണ്ടിയാണ് പൂജകളും വഴിപാടുകളും ചെയ്യുന്നവർക്ക് ഈ ദിവസത്തിൽ ഈ നോൺ വെജ് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇവ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുലദൈവത്തിൻ്റെയും പിതൃക്കളുടെയും അനുഗ്രഹം ഉണ്ടാകുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നാളെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ദാനം എന്താണ്? നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പോയി ആർക്കെങ്കിലും വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനോ സാധിച്ചു എന്ന് വരില്ല. അതിനു പകരമായി നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് തൈരൊഴിച്ച് താളിച്ച് തൈർ സാദമാക്കി മാറ്റി അതിനെ ഇലയിൽ പൊതിഞ്ഞ് ഒരു 10 പേർക്കെങ്കിലും കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കി തരുന്ന ഒന്നായിരിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. മാത്രമല്ല, നാളെ വൈകുന്നേരം ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണിയിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ്, അതിനോടൊപ്പം തന്നെ ഒരു വയമ്പ് അല്ലെങ്കിൽ ഒരു മഞ്ഞൾ കഷ്ണം, മാത്രമല്ല ഒരു ചെറിയ സ്വർണത്തിൻ്റെ ഏതെങ്കിലും ഒരു തരിയോ അല്ലെങ്കിൽ 1 രൂപ നാണയമോ ഇട്ട് കിഴി രൂപത്തിലാക്കി നമ്മുടെ വീട്ടിലെ പൂജകളെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ വലതുവശത്ത് നമ്മളിത് തൂക്കിയിടുന്നത് നമ്മുടെ കുലദൈവം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകുവാൻ സഹായിക്കുന്ന ഒരു വഴിപാടാണ്. വളരെ ലളിതമായ വഴിപാടുകളെക്കുറിച്ച് മാത്രമേ നമ്മുടെ ചാനലുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. പണച്ചിലവുകളൊന്നുമില്ലാതെ പെട്ടെന്ന് ഫലം നേടിത്തരുന്ന വഴിപാടുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.